ആൻസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. നോക്കിക്കേ, ഇന്ന് എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ആനക്കൂട്ടിലാണ് പോണത്. ആനക്കൂട്ടിൽ ഡ്യൂട്ടിയിലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ചേട്ടൻ പറഞ്ഞു ഇത് ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ മീനൊക്കെ ഒത്തിരി മീനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചൂണ്ടയൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എങ്ങനെയാവും അറിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ആനക്കൂട്ടിലേക്ക് പോവാം. നിങ്ങൾ റെഡിയല്ലേ ഞങ്ങളുടെ കൂടെ വരാനായിട്ട്? പോവാം. ഓക്കെ, ഒന്ന് കൈകൊണ്ട് കാണിക്കണേ. അപ്പൊ നോക്കിക്കേ, നമ്മള് നമ്മുടെ വണ്ടിയിൽ കയറിയേക്കാണ് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോ കാണാം. അപ്പൊ ദേ നമ്മള് ആനക്കൂടിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതേ അങ്ങോട്ടേക്ക് പോവാണ്. അവരൊക്കെ അങ്ങോട്ടേക്ക് പോയി ഇതിലേക്കാ പോണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ദേ ഏത് കാട്ടിലേക്ക് പോണേന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പോവാണ്. എന്റെ തമ്പുരാന്. ദേ ആഷ്ലിൻ ദേ ചേട്ടായൊക്കെ അങ്ങ് പോയി. ദേ ഇവിടെ കുറെ പേര് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പാട്ടുപെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാട്ട് വെച്ചിട്ടാണ് ഇവരൊക്കെ കുളിക്കുന്നത്. നോക്കുന്നത് ഇവരിവിടെ എത്തിയിട്ടുണ്ട്. ദേ ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിക്കേ. പോളൂ പോളൂന് പേടിയാവാണെന്ന് ഇവിടെ വന്നിട്ട്. പാട്ടൊക്കെ കേട്ടിട്ടാണോ? ഇവിടെ ദേ കുളിക്കാനായിട്ട് കുറച്ച് ചേട്ടന്മാരോട് താഴെ വന്നിട്ടുണ്ട്. അവർ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് കുളിക്കുന്നത്. ആ കാണുന്നത് റിസോർട്ടാണ് കണ്ടോ, പുറകയിലാണ്. അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ താഴേക്ക് നമ്മൾ എങ്ങനെ പോണേ? അപ്പുറത്തേക്ക് പാസ് ചെയ്യണേ? എങ്ങനെ ഈ സാധനത്തിൽ കൂടി പോണേ? ഈ അടയ്ക്കാമരത്തേമ്മ കൂടെയാണ് പോണേ? എന്റെ മാതാവേ, ഞാനെങ്ങും വന്നില്ല. ഇവിടെ ദേ നല്ലൊരു കിടങ്ങ് പോലെ ഉണ്ട്. ഇവിടെ എങ്ങാനും ആരെങ്ങാനും വന്നാണ് അവിടെ കണ്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം പെരിയാറിൽ വന്നിട്ടാണ് കുളിച്ചത്. ഇത് പെരിയാറിന്റെ ഇങ്ങേ അറ്റമാണ് നമ്മള് കണ്ടോ. ഇവിടെ നിറച്ച് ഇല്ലിയാണ് കണ്ടോ, നിറയെ ഇല്ലി കണ്ടോ. ഈ വശത്തെല്ലാം, ഈ വശത്ത് നിൽക്കുന്ന റബ്ബറാണ് കേട്ടോ. പില്ലിയുടെ അടിയിലാണ് നിൽക്കുന്നത്. ആന്റണി ഇതില് പാസ് ചെയ്ത് അപ്പുറം കടന്നിട്ടുണ്ട്. ഇവിടെ ജോമിച്ചേട്ടൻ മീനെ പിടിക്കാനുള്ള സെറ്റപ്പാണ് ആലോചിക്കുന്നത് കണ്ടോ. ആന്റണി ഇതേ അവിടെ തന്നെ പിന്നെ നിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ആശ്വിൻ ചേട്ടായും ഭാവിയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലൊന്ന് പോയി നോക്കാം. ഇത് അടയ്ക്കാമരം വെച്ചിട്ടുണ്ടാക്കിയാണ്. ചെറിയൊരു പാലമാണ്. വീടൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് അതിലൊന്ന് പാസ് ചെയ്ത് പോവാം. അപ്പൊ ഇറങ്ങാം. ആഷ്ലി ഒരു കൈതാടാ. ഇവിടെ ഒന്നാമത്തെ തറ കണ്ടോ. ആരാ വന്നത്? അപ്പൊ അതേ നമ്മുടെ 3 ഗൈസും കൂടെ എത്തിയിട്ടുണ്ട്. ഗൈസ് കം. മാളു നാണക്കേടായിപ്പോയി. ഗ്ലാമർ ഇച്ചിരി കുറഞ്ഞു പോയിന്ന് തോന്നുന്നു. വേണ്ട ചേച്ചി വേണ്ട, തത്തയ്ക്ക് ആകെ കൂടി നാണായി. അപ്പൊ നമ്മുടെ 3 ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ പേര് ആദ്യം വന്ന ആള് ആണ് തത്ത, മാളു, അപ്പു. അപ്പൊ ഇവരും ആയിട്ടുണ്ട്. ഇവരും കൂടിയിട്ടാണ്. എടാ ചൂണ്ടയോടെ നീ ചൂണ്ട എടുത്തില്ലേ? അയ്യോ ജോമി ചേട്ടൻ എന്താ പറയാഞ്ഞേ? അന്നാ പോയിട്ട് എടുത്തിട്ട്. അപ്പൊ അപ്പു ചൂണ്ട എടുക്കാൻ വിട്ടുപോയി. അപ്പുവിന്റെ ചൂണ്ടെടുക്കാൻ പോയേക്കാണ്. പോളൂന് ഭയങ്കര പേടിയാണ് ഇറങ്ങാനായിട്ട്. ഇതേ ചേട്ടായുടെ കയ്യില് മുറുക്ക പിടിച്ച് നിക്കാണ്. പേടിച്ച് ഇതേ ചേച്ചിമാര് ഞാൻ വീഡിയോ പിടിക്കണ ഓടാണ് അവിടുന്ന്. ഓടി നടക്കാണ്. പോളൂന് ഈ അന്തരീക്ഷം അത്ര പിടിച്ചില്ല. കാരണം നമ്മള് പുഴയിലായിരുന്നപ്പം ഭയങ്കര താല്പര്യമായിരുന്നു പുഴയിൽ ഇറങ്ങാനായിട്ട്. ഇപ്പൊ പോളൂന് ഭയങ്കര സങ്കടം. ഇവിടെ ഇരുട്ടും ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. പോളു അതുകൊണ്ട് കുഞ്ഞിക്കാലില് ചെരുപ്പിടെന്താണ്, ചെരുപ്പിട്ട് ഓടി നടക്കൂഞ്ഞേ. പോളൂ ഓടി നടന്ന് അങ്ങോട്ട് പോവോ? അതേ നീന്തലറിയാം ചേച്ചിമാർക്ക്. നീന്തി പിടിച്ചോളൂ കേട്ടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ നീന്തല്? എന്റെ ദൈവമേ. പോളൂ അതിന് എങ്ങടാ പോവാൻ പോണേ? പുഴ. അപ്പൊ ആ കാണുന്നുണ്ടാ ഇത് പുഴ. അപ്പൊ ഈ പുഴയിൽ എന്തിനാ പോണേ നമ്മളിപ്പേ? നീന്താൻ. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നീന്തിപ്പിക്കും. എടാ പോളും നമ്മളെ മീനെ പിടിക്കാനാ പോണേ.
അപ്പയുടെ കയ്യില് ചൂണ്ടയുണ്ട്. ചൂണ്ട ദേ അതിന്റെ ഉള്ളിലിട്ടാണ്. അപ്പൊ ദേ കണ്ട മീനെ പിടിക്കാനാ പോണേ. കണ്ടാ സൂക്ഷിച്ചിറങ്ങിട്ടാ, തെന്നുവേ. കണ്ടാ പിന്നെ ചേട്ടായി വലിയ ചൂണ്ട എടുക്കാൻ പോയേക്കാ. മീനെ കിട്ടും നമുക്ക്. കിട്ടുവോ? കിട്ടും. അയ്യോ അയ്യോ മീനെന്ത് ചെയ്യും നമ്മള്? ആ ഈ മാൾചേച്ചിക്ക് മനസ്സിലായില്ലേ വലിയ പുഴയാന്ന് പറഞ്ഞിട്ടല്ലേ പോളൂ? അല്ലേ വലിയ പുഴയാണല്ലേ? ആ ഈ ചേച്ചിമാര് പിന്നെ നീങ്ങിപ്പോണ്. ഇനി ഞാൻ ഇവരെ പിടിക്കാൻ വേണ്ടി പോയി ശരിക്കും താഴേക്ക് ചാടും. ആ ദേ പോളൂ, ഈ തത്ത ചേച്ചിയുടെ കഴുത്തിൽ എന്താ കിടക്കണേന്ന് നോക്കിയേ. ആ പിന്നെ എന്തിനാ പേടിക്കണല്ലേ? ഈശോ കൂടെ ഉണ്ട്, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചേച്ചിമാര് പഠിപ്പിക്കുന്നു പോളൂ. ആ ചേട്ടാ താഴെ ഇറങ്ങി പോണ്ടോ? എന്നാ ചെല്ലെന്നാ ചെല്ല്. അതെ ദേ പോളിസിന്റെ ചെരുപ്പാ, സൂക്ഷിച്ചു പോട്ടെ ആന്റണി. ദേ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങള് ദേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ ദേ ഇറങ്ങി പോവാണ്. ഇവരുടെ ഒപ്പം ഞാനും ഇറങ്ങുന്നുണ്ട്. ദേ താഴെ മണ്ണ് വഴിയാണ്. പിള്ളേർക്കൊന്നും പേടിയില്ല കേട്ടോ, പേടിത്തോണ്ട് ഞാനാണ് ഇവിടെ. കണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ അവര് ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ആഴമുണ്ട്, അതുകൊണ്ടാണ് ഇവരിവിടെ ഇറങ്ങാത്തത്. അശ്വിന് ആന്റണി ഒരുപാട് പോണ്ടേട്ടോ, ആഴമുണ്ടെന്ന് പറയണ അവര്. പോള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. കണ്ടോ പോളൂസേ ആയി നിക്കറിപ്പം നനയ്ക്കണ്ടാട്ടോ, നമുക്ക് അപ്പുറത്തേക്ക് പോകാനുള്ളതാണ്. നിക്കറിപ്പം നനയ്ക്കല്ലേ, ജസ്റ്റ് കാല് നനച്ചാ മതി കേട്ടാ. ഇതെന്തോന്ന് പോളൂത് എവിടെ നിക്കുന്നേ? മണ്ണ് വാരണ്ട, അത് നമ്മള് പോവാൻ നേരത്ത് വെള്ളത്തിൽ ഇറങ്ങാവേ. ഇപ്പൊ മണ്ണൊന്നും വരല്ലേ. ഇവിടെ നല്ല മണലാണ് കേട്ടോ. അങ്ങോട്ട് പാറയൊക്കെ കാണാം. അപ്പൊ ദേ അവരങ്ങോട്ടേക്ക് നീങ്ങി പോയിട്ടുണ്ട്. കണ്ടോ ഇവിടെ കൊച്ചു ഇത്ര നേരം സ്ഥലത്ത് നിക്കുന്നുള്ളൂ. ഇന്ന് പോളൂന് എന്തോ ചെറിയൊരു ടെൻഷനും പേടിട്ടോ ഇറങ്ങാനൊക്കെ. ഇന്നലെ എന്നാ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. നല്ല കാറ്റാണ് കേട്ടോ. അതെ നല്ല കാറ്റാണ്. ഇന്നലെ നമ്മൾ പോയത് ദേ അങ്ങ് അപ്പുറത്താട്ടോ ഇറങ്ങിയത്. ദേ അവരവിടെ വരെ പോയിട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് ദേ അങ്ങ് അപ്പുറത്ത്, അതായത് ഈ ഇല്ലിയുടെ അപ്പുറത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ഇത് നമ്മൾ ഈ വശത്തേക്കാണ് വന്നിരിക്കുന്നത്. ചേട്ടാ ഇതിനെന്തെന്ന് പറയണ? ആനക്കൂടിന്റെ താഴ്വാരോ? ആ ആനക്കൂടിന്റെ ഇവിടെ ആനക്കൂടിന്റെ താഴെയുള്ള ആനയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി പണ്ട് കൊണ്ടുവന്നു. സാരില്ല ഒന്നൂടി പറഞ്ഞോ. കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നത് ഇവിടെയാണ് പണ്ട്. താഴത്ത് ആനക്കൂടിന്റെ താഴത്തെ കടവാണത്. ഇപ്പൊ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം പോയി. ഇവിടെ ആനേനെ ഒന്നും ഇറക്കാനുള്ള എല്ലാം കപ്പറിക്കാടിന് മാറ്റിയതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. അതുകൊണ്ട് ആൾക്കാർ വന്നില്ല, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതുപോലെ ഇഡ്ലി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എല്ലാ ദിവസവും നമുക്കൊരു പോത്ത് വെല്ലുവിളിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുളിക്കാൻ വന്നപ്പോഴും ഒരു പോത്തുണ്ടായിരുന്നു. ഇത്തവണ വന്നപ്പോഴും ഇതേ നമുക്ക് പിന്നെ പോത്ത് ഇതിന് ചെയ്യോടെ. എന്റെ മാതാവേ, ഇന്നും നമുക്കൊരു പോത്താണ് കേട്ടോ. ഒരു കുറുക്ക് പിടിച്ചോട്ടെ കൊച്ചിനെ. ചൂണ്ടയായിട്ട് നമ്മുടെ അപ്പുചേട്ടായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ കടവിൽ കുളിക്കാൻ ചെന്നപ്പോ പോത്തുണ്ടായിരുന്നു. ദേ അത് ഇവരുടെ പോത്തായിരുന്നു കേട്ടോ. അത് ഈ മാളൂന്റെ പോത്തായിരുന്നു കേട്ടോ. ഞങ്ങള് കരപ്പ കയറി കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് ഇവരുടെ പോത്തായിരുന്നു എന്നിട്ട്. ഇപ്പോഴും ഒരു പോത്തുകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ 2 പോത്തുണ്ട്. പോത്ത് കുളിക്കാനായിട്ട് വന്നേക്കണതാണ്. അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാന്നാ പറഞ്ഞേ. അവിടെ പോയി
ഓക്കെ ഓക്കെ. അപ്പൊ ദേ നമുക്കിനി മുകളിലേക്ക് കേറാണ്. ബാ അശ്വിൻ, ആന്റണി വാ, നമുക്കിനി മുകളിലേക്ക് പോവാം. പോളു വാ, ഇനി ചെപ്പട്ടോ. നമ്മളിനി മുകളിലേക്ക് പോവാണ്. പോവാ ഇനി മുകളിലേക്ക്. പോളു ചെരുപ്പിട്. ആ ഇനി മോളിലാണ് പോളു കലാപരിപാടികൾ ഇനി. അപ്പൊ ദേ ഞാൻ ആദ്യം തന്നെ മോളിൽ കേറിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. ഇനിയിപ്പൊ അവരിങ്ങോട്ട് കേറി വരും. പോളു ചെരുപ്പിട്ടുകൊണ്ട് നിക്കാണ്. അപ്പു ഇവിടെ കേറി എത്തിയിട്ടുണ്ട്. ഈ ഒരുത്ത മുഖം മറക്കലാണ് പരിപാടി. അവരിങ്ങോട്ട് കേറി വരുന്നുണ്ട്. ആ പോളു അപ്പൊ ഈ വഴി കൂടെയാണ് വരുന്നത്. ബാക്കിയുള്ള ഗൈസുകൾ ഇതിലെയാണ് വരുന്നത്. കണ്ടോ? അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഈ ഒരു പാലത്തുമ്മക്കൂടെയാണ് പോണത്. അപ്പൊ ചേട്ടാ അതെ കൊച്ചിനെടുക്ക്. അതെ ഇവരാദ്യം പോട്ടെ. അപ്പൊ നമ്മള് നോക്കിക്കേ, ഇതേ ഈ പാലത്തിൽ കൂടെ ആട്ടാ പോണത്. ഇനി ഞാൻ ക്യാമറയിലേക്ക് നോക്കി ചിലപ്പോ താഴെ കിടക്കുവേ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ എന്റെ പിന്നാലെ എല്ലാവരും ഉണ്ട്. കാണാനില്ലടാ, ക്യാമറയിൽ ഇല്ലേ? ആടണില്ലാന്ന്. എല്ലാവരും കൂടി കേറിയത് ഒടിയോ? ഇല്ലേ? വന്നോണ്ടിരിക്കണ്ട്. വരുന്നുണ്ട്. കണ്ട പോളു ഒരു ഹായ് പറയടാ. എല്ലാവരും കൂടി കേറി. അത് ഒടിയോ? അടയ്ക്കാൻ വരാം. ആ ഇനി ബാക്കിൽ രണ്ടുപേരും കൂടി ഉണ്ട്. എത്തിപ്പോയി. അടുത്ത ആളെത്തി. നാണമാകുന്നേ. അടുത്ത ചേച്ചിക്ക് നാണം വരുന്നേ. ചേച്ചി മേലോട്ട് കൂടി നോക്കല്ല, ചേട്ടൻ ഈ വശത്തേക്ക് നോക്കണില്ല. നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. ഇവര് പുറകെ കൂടെ വരുന്നുണ്ട്. നോക്കിക്ക് ഇവിടെ നിറച്ച് ഇല്ലി. ഇത് ഇല്ലല്ലോ, ഇത് കരിമ്പല്ലേ? എടാ ഇത് കരിമ്പ് തിന്നണ കരിമ്പാണോ? പാമ്പാ? ആ കരിമ്പ്. കരിമീൻ അല്ല, ഈ കാണുന്നത് കരിമ്പല്ലേ? അല്ലല്ല, ആ ഇതിന്റെ പേരാണ് നായങ്കണെന്ന്. കരിമ്പ് പോലെ ഇരിക്കും. കാട്ടുചെടിയാണ്. കാട്ടുചെടിയാണ്. കരിമ്പ് പോലെ ഇരിക്കുന്നതാണ്. വന്ന് മണ്ണൊക്കെ ഇടിഞ്ഞു പോകുമ്പോ അത് ഇടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പണ്ടുള്ളവര് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്. അങ്ങനെ ഇവിടെ എല്ലായിടത്തും ആയി. ആ നിങ്ങൾ കേട്ടില്ല? മണ്ണൊക്കെ ഇടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യണതാണെന്നാണ്. മണ്ണൊന്നും ഇടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നട്ടുപിടിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കൊടും കാടാണ് കേട്ടോ. അതെ നോക്കിക്കേ മോളെ. പോളൂന് എടുക്കടാ. എന്ത് കായ? പോളു ഇനി എടുക്ക്. പോളുവിന് എടുക്ക്. പോളുവിന് പിന്നെ നടക്കാം. ഇങ്ങോട്ട് വാ. നല്ല വെയിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. ആ പോളൂസേ അതൊന്നും മുട്ടെടുത്തിട്ടാ ഈ സാധനത്തുമ്മേ. നമ്മൾ നല്ലൊരു ഇടവഴി കൂടെയാണ് പോണത്. കണ്ടോ നിറച്ചിപ്പൊ ചേട്ടൻ പറഞ്ഞ ആ സാധനത്തിന് പേര് പിന്നെ മറന്നു പോയിട്ടോ. എടത് പുല്ല് വളർത്തേക്കെന്താന്ന് തോന്നുന്നു. അത് ആ സാധനം തന്നെ കാട് പിടിച്ചെന്നാണോ? ആ ഇത് പശുവിന്റെ തീറ്റപ്പുല്ലാണ്. ശരിക്കും നമ്മളൊരു ചെറിയൊരു കാട്ടിലൂടെയാണ് കേട്ടോ പോണത്. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന്? രാത്രിയാകുമ്പോ പന്നി. ആണോ? രാത്രി ഇതില് പന്നിയൊക്കെ വരൂന്ന് പറയണു. മോനെ കൊച്ചിനെ സൂക്ഷിക്കണേ. എന്റെ പന്നാവേ പന്നിയും മയിലൊക്കെ വരൂന്ന് പറയണു. ആ പോളൂസേ. ആ കണ്ടോ മാള് പറയണ കേട്ടോ, അല്ല തത്ത പറയണ കേട്ടോ. ഇങ്ങനെ നല്ല മണ്ണായിരുന്നു, ഇപ്പൊ ഇവിടെ പുല്ലൊക്കെ കേറി കാടൊക്കെ പെത്തുന്നാണ് പറയണേ. ഓ അങ്ങനെ നമ്മള് ഒരു റബ്ബറിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ റബ്ബറും കുടിയിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ ഇവിടെയാണോ നമ്മൾ ചൂണ്ടയിടണേട്ടാ? ഇതപ്പുറത്ത് ഫോറസ്റ്റ് ആണ് കേട്ടോ. മലയാറ്റൂർ മലയാണ് ആ കാണുന്നത്. നമ്മള് വെറുതെ ഇവിടെ വരെ നന്നാട്ടോ കാടൊന്നും കാണിക്കാതെ ഇവിടെ വരെ വന്നതാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവം ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ചേട്ടൻ പറയണത് ഇതില് വെറുതെ നടന്നു വന്നാണ്, കാട്ടിക്കൂടെ നടക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടോ ഇത് റബ്ബറാണതേ, റബ്ബർ പാല് ഇതിലാണ് ഇങ്ങനെ വെട്ടിപ്പം. ചേട്ടാ ഇതിന്റെ സംവിധാനങ്ങൾ എങ്ങനെ? ഇവിടെ കണ്ട് മുറിക്കൂലേ? മുറിച്ചല്ലേ ഇവിടെ എത്തിയേക്കണേ. കണ്ടോ കണ്ടോ
എന്നിട്ട് കത്തി വെച്ചിട്ട് ടാപ്പിംഗ് തെളിക്കും. അപ്പൊ തെളിക്കുമ്പോ മരത്തിന്റെ കറ ഒഴുകും ഇതില്. ഇത് വെട്ടി ചെറിയ കനത്തിൽ ഇങ്ങനെ വെട്ടി തെളിക്കും. അപ്പൊ ഇത് പുതിയതായിട്ട് അതായത് നമ്മുടെ കൈ മുറിയുമ്പോ ചോര വന്ന പോലെ ഇതിന്റെ തൊലി മുറിയുമ്പോ ഇതിന്റെ റബ്ബറിന്റെ പാല് ഇതുവഴി ഒഴുകി ചാലുണ്ട്. ചാല് വഴി ഇതില് ഇതിനടിയിൽ മുറിച്ചാ പറ്റത്തില്ല. മരം കേടായി പോവാതിരിക്കാൻ പ്രത്യേക ഒരു കണക്കോ എന്തോ ഉണ്ട്. അപ്പൊ കണ്ടല്ലോ നിങ്ങൾ റബ്ബറും പാല് കണ്ടല്ലോ. ഇനി ഇത് വെച്ചിട്ട് മെഷീനിൽ എന്തോ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടാണ് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നത്. പോളു കണ്ടോ റബ്ബർ കണ്ടോ? റബ്ബർ ഉണ്ടാക്കണ എങ്ങനെയാന്ന്? ഇത് റബ്ബർ മരമാണ്. കണ്ടോ പോളു? പോളു എന്തേ പകച്ചിരിക്കണേ? എന്തുട്ടാന്ന് സാധനത്തിന്റെ പേര്? റബ്ബർ എന്നല്ലേ ആദ്യം തന്നെ പറഞ്ഞേ? തേക്കാന്ന്. എന്റെ ദൈവം, എന്റെ തത്ത പറയണ കേട്ടോ. ഇത് തേക്കാന്ന്. അല്ല, നമ്മള് തേക്കല്ലേ. റബ്ബറും കൂടിയിൽ വട്ടയുണ്ട്. വട്ട അതേ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനകത്താണ് അട ഉണ്ടാക്കുന്നത്. വട്ടയിലയില് അല്ലേ ഏട്ടാ? ആ, വട്ടയിലാണ് അവര് അട ഉണ്ടാക്കുന്നത്. നമ്മള് എടനിലയിലാണ് അട ഉണ്ടാക്കുന്നത്. അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് വട്ടയില. ഉണ്ടോ? അപ്പൊ നമ്മള് വട്ടയും റബ്ബറും നിക്കുന്ന കുടിയിലാണ് നിക്കുന്നത്. താഴെ പുഴയാണ്. ചൂണ്ട ഇവിടെ ഇടാൻ പറ്റൂല. അപ്പൊ അതേ നമ്മളിവിടുന്ന് പോരാണ്ട് ഇവര് പറ്റിച്ചതാണ്ട് ഇവിടെ വന്നത്. ഇവിടെ ഒരു സാധനവും ഇല്ല കേട്ടോ. നമ്മൾ ഇതേ താഴെ പുഴ, ഇവിടെ കുറെ റബ്ബറും കാടുമാണ്. അപ്പൊ നമ്മള് നേരെ ഇനി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. അവിടെ പോയാണ് നമ്മള് മീൻ പിടിക്കുന്നത്. എന്താ പോളു നിന്നെ കരയണ എന്തിനാ? പോളു നിന്നെ കരയണേ? ആ, പോളുവിന് പുഴയെ പോണോന്ന്. അവിടെ പോവാൻ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അങ്ങടേക്ക് പോവാട്ടാ. ആ, അവിടെ പശു ഉണ്ടെന്നാ. പശു ഒന്നും ഇല്ല, നമുക്ക് പശുവിനെ ഓടിക്കാട്ടാ. അപ്പൊ അതേ നോക്കിക്കേ, നമ്മള് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് പോവാണ്. എന്റെ പുറകെ ഉണ്ടിട്ട് എല്ലാവരും ഇതേ ഉണ്ടോ? പുറകെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരുത്തത് ഓടി പോവാണ് ഫ്രണ്ടിലോട്ട്. അപ്പൊ നമുക്ക് മാളു കാല് മുറിഞ്ഞ പോലെ മുറിയിലായിട്ട് സൂക്ഷിച്ചു പാട്ടാ. പോളു ഇലയുമൊന്നും തൊടരുത്, ഇല മുറിയണ ഇലയാണ്. ഞാനിപ്പോ പുറകയിലായിട്ടോ. നമ്മൾ നേരത്തെ ഒരു മൺകൂന കണ്ടില്ലേ, അത് കൂർക്ക നട്ടാക്കുന്നതായിരുന്നു. അപ്പൊ അത് കുറച്ചു നേരം ഒന്ന് തോണ്ടാൻ വേണ്ടി പോയി. ഇപ്പൊ സമയം പോയി. ഇവരെല്ലാവരും ഫ്രണ്ടിലെത്തി, ഞാൻ പുറകയിലാണ്. പുതിയൊരു അറിവാണ് കേട്ടാ. അപ്പൂപ്പൻ താടി ഉണ്ടാവുന്നത് എരിക്കിൽ നിന്നാണെന്നാണ് തത്തയുടെ അഭിപ്രായം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എങ്ങനെയാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവണേന്ന്. ഇപ്പൊ ഇതേ സൂര്യാന്തി പോലത്തെ ചെടികളുണ്ട്. ഇതീ കാണുന്നതാണ് കേട്ടോ എരിക്ക്. കണ്ടോ? ഇതാണ് എരിക്ക്. കാലിലൊക്കെ എന്തോ വാദത്തിനാണെന്ന് തോന്നുന്നു എരിക്ക് അരച്ചിടുന്ന. എരിക്കിന്റെ ഇല അരച്ചിടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എത്തിയ സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മളിവിടെ താഴെയാണ് മീൻ പിടിക്കാനായിട്ട് പോണത്. നമുക്കിനി മീനെ പിടിക്കാം. നമ്മൾ വീണ്ടും സാഹസികമായിട്ട് തിരിച്ച് അപ്പുറത്തേക്ക് പോവാണ്. ചെരുപ്പ് സൂക്ഷിച്ചു പോണേ, സ്ലിപ്പ് ആവാല്. കണ്ട നമ്മളിതിന് പോത്ത് അവിടുന്ന് പോയോ? ആ, അതുകൊണ്ട് സൂക്ഷിച്ചു പോവാ. കുറച്ചു പേരായിട്ട് പോയാ മതി. അപ്പൊ നമുക്കും പോവാം. കണ്ടോ? പാലമാണ് ഈ കാണുന്നത്. എന്റെ കർത്താവേ, കണ്ടോ? പുറകിൽ ആന്റണി ഉണ്ട്. ഓക്കെ, നമ്മളും എത്തി. അങ്ങനെ നമ്മള് അപ്പുറത്ത് പോയ ചാൻസ് നോക്കിയിട്ട് ഇതേ പോത്ത് കുളിയൊക്കെ കഴിഞ്ഞു. പോത്തും അപ്പൂപ്പനും കൂടി തിരിച്ചു പോവാണ്. അപ്പൊ പോത്തുകുട്ടി ഇതിലിപ്പോ കേറി പോകും. അപ്പൊ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, താഴേക്ക് ഇറങ്ങാൻ. പോത്തൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് ചുമ്മാ ഒരു പേടി. കണ്ടോ? പോത്ത് ഇപ്പൊ ദേ വരുന്നുണ്ടോ? എന്റെ കർത്താവേ, പോത്ത് അങ്ങനെ ദേ പോത്തും അപ്പൂപ്പനും കൂടി പോവാണ്. ഇനി നമ്മളിവിടെ ദേ താഴേക്ക് ഇറങ്ങാണ്. ചൂണ്ടയിടാനായിട്ടാണ് പോണത്. ഇവിടെ ആശ്വിൻ ദേ ഇല്ലിയുടെ കമ്പൊക്കെ പിടിച്ച് നിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ദേ ചൂണ്ടയിടാനായിട്ട് പോയിട്ടുണ്ട്. ദേ ചൂണ്ടയിട്ടു. അവിടെ ദേ എടാ നീ ഇട്ടോ? ചൂണ്ടയിട്ടോ? അവിടെ അപ്പു ചൂണ്ടയിട്ടിട്ടുണ്ട്. ദേ പോളൂസേ നോക്കണോട്ടോ കേട്ടാ.
പോളൂസ് ഇതേ സൂക്ഷിച്ച് നിക്കണേ. അങ്ങോട്ട് തിരിഞ്ഞു സൂക്ഷിച്ച് നിക്കണോട്ടെ. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങണ്ട, നമുക്ക് അപ്പുറത്ത് പോയി ഇറങ്ങാട്ടാ. ഇവിടെ ഇത്രയും വെള്ളത്തിൽ നിന്നാ മതിയേ. അപ്പൊ അവര് ചൂണ്ടിടാനുള്ള തയ്യാറെടുപ്പിലാണ്. എടാ ചെമ്മീനൊക്കെ കിട്ടുവോ? ചെമ്മീൻ എങ്ങനെ ചൂണ്ടയിൽ കൊത്തുവോ? ചെമ്മീൻ ചൂണ്ടയിൽ കൊത്തുവോ? പിന്നെ കൂടാ. പോളൂസേ ഇവിടെ ആഴമുണ്ട് കേട്ടോ. മോൻ ഇതിനെ കോലൊടിക്കണ എന്തിന്? സൂക്ഷിച്ചു നിക്കട്ടാ. ആനയൊക്കെ ഉണ്ടാവും ചെലപ്പോ. പോള് വെള്ളത്തിൽ കളിക്കാണ്. ഇവിടെ ആഴുണ്ടോ മോളെ? അമ്മു ഇവിടെ ഉണ്ടാ? സോറി മാളു ഇവിടെ ആൾ നിറച്ചു മണല്. എന്നാലും വേണ്ട പോള് ഇങ്ങോട്ട് നീങ്ങിക്ക്. വേണ്ട എന്റെ മാതാവേ. അവിടെ കുത്തിക്കോ. ഇങ്ങോട്ട് കയറ്റി കുത്ത്. ഈ ചെളിയില് കുത്ത് പോളൂ. അവിടെ കുത്ത്. കണ്ട കുഴിഞ്ഞു പോണ കണ്ട. അപ്പൊ മീനെ പിടിക്കാൻ വേണ്ടിട്ട് ഇവര് ചൂണ്ട കണക്ട് ചെയ്യുന്നതാണ്. അപ്പു ഉണ്ടോ ഏറെ എന്തൊന്ന് കുന്നേക്കണപ്പേ? അപ്പൊ എങ്ങനെ പിടിക്കും പിന്നെ? എങ്ങനെ പിടിക്കുക പിന്നെ? ചെമ്മീനെ പിടിക്കാവോ? ആണോ? ചേട്ടന് കിട്ടിയോ? തുണി കിട്ടിയോ? അപ്പൊ ചൂണ്ടയൊക്കെ കണക്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അച്ഛൻ കുളിക്കാനല്ല മീനെ പിടിക്കാൻ വേണ്ടിട്ട് റെഡി ആവണത്. ചൂണ്ടക്കുളത്തൊക്കെ റെഡി ആക്കുന്നതാണ്. മാളു ചേച്ചി ഇവിടെ കലാപരിപാടിയിലാണ്. അല്ലെ തത്ത ചേച്ചി? ഈ തത്തയും മാളും അങ്ങോട്ട് മാറി പണ്ട. നിങ്ങൾ ചീത്ത വിളിക്കില്ല കേട്ടോ. ഞാൻ ഏതെങ്കിലുമൊക്കെ പേര് വിളിക്കട്ടെ. നിക്കർ ഇപ്പൊ നനച്ചാ ശരിയാവില്ല. ജോമിച്ചേന്റെ അപ്പുറത്തെ കരയിലും രണ്ട് ചേട്ടന്മാര് മീനെ പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഇവിടെ ജോമിച്ചേട്ടൻ ഇവിടെ തോർത്തുമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ചെമ്മീനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടേ. ഇവര് മീനെ പിടിക്കാനാണ് അങ്ങോട്ട് പോണത്. പോളുവിനെ ശരിക്കും പിടിച്ചോട്ടോ. എവിടെ മീനെ പിടിക്കാൻ പോകുന്നത്? ചെമ്മീൻ എവിടെ ഇരിക്കാ? ചപ്പും ചെറുവിന്റെ ഇടയിലോ? സൂക്ഷിച്ചു പോട്ടോ. അതെ ഇവിടെ ചൂണ്ട റെഡി ആക്കി. ഇവിടെ അപ്പൊ ചൂണ്ട സെറ്റപ്പ് ആക്കിയുണ്ട്. നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്കൊന്ന് മോളിൽ പോയി നോക്കാം. ആ സൈഡിലാണ് അവര് മീനെ പിടിക്കുന്നത്. നമുക്ക് ഈ വശത്തുനിന്ന് കാണാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇവിടെ സ്ലിപ്പാവും അറിയില്ല, എന്നാലും ഇറങ്ങി നോക്കാം. ഇവിടെ ആണ് അവര് ചെമ്മീനെ പിടിക്കുന്നത്. കണ്ട അവിടെയാണ് അവര് ചെമ്മീനെ കണ്ടാ. അപ്പൊ അവര് ചെമ്മീനെ പിടിച്ചോണ്ടിരിക്കാണ്. നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന്. ചപ്പിലൊക്കെയാണ് ഉണ്ടാവും പറഞ്ഞ്. കണ്ടാ എന്തുട്ടാടാ ചെമ്മീന? കല്ല. ഓ ചേട്ടൊരു മീൻ വന്നു. നിങ്ങളെ പുറകേല് ചെറിയ മീൻ കണ്ടാ. കിട്ടിയാ? അവര് ചെളി വാരിയിട്ടുണ്ട്. അവിടെ ആ ചെളി മാത്രമാണ് കിട്ടിയുള്ളൂ. നമുക്ക് കിട്ടും എന്തായാലും. ചെമ്മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിക്കാം. നോക്കിക്ക് ഇതിനകത്ത് ചെമ്മീനെ കിട്ടിയെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഇത്തവണ നമ്മളെ പറ്റിക്കുമെന്ന് അറിയില്ല കേട്ടോ. ചെമ്മീനാണോ ചെളിയാണോന്ന്. ഉണ്ടോ അശ്വിനെ? ഇത്തവണ നമ്മളെ പറ്റിച്ചു. അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുമെന്ന് ഒന്നുകൂടി ഒന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചെമ്മീൻ ഇവരൊന്ന് പിടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് അപ്പൂന്റെ ചൂണ്ടയിൽ എന്തെങ്കിലും കുളത്തിയൊന്ന് നോക്കാം. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇതിന്റെ മുകളിൽ കൂടെ പോകാം. കാരണം ഇതിന്റെ ഈ ഇല്ലിയുടെ ഇല നല്ല തെന്നുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചു പോയാൽ മതി. തെന്നി വീഴണ്ട. നാളെ എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പൊ അതിന് നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇവിടെ അപ്പു പോയിട്ടുള്ളൂ ചൂണ്ടിടാനായിട്ട്. അപ്പൊ നോക്കട്ടെ വല്ല മീനും കിട്ടുമെന്ന് നോക്കാം നമുക്ക്.
എനിക്കൊരു സംശയം, ഇരയില്ലാതെ എങ്ങനെയാണ് മീനെ പിടിക്കണെന്ന് കാര്യം മനസ്സിലായില്ല. വെറുതെ ഇട്ടാ മതിയോ? അല്ല ഈ ചൂണ്ടക്കുളത്തിലൊന്നുമില്ല. വെറുതെ അല്ല വെറുതെ ഇട്ട മീനെ കിട്ടുവോ? പിന്നെ ജോമിച്ചേട്ടൻ എരേനെ പിടിക്കാൻ പോയിക്കണ്ടാ? ആ ജോമിച്ചേട്ടൻ ഞാഞ്ഞൂളിനെ പൊക്കാൻ പോയിക്കണ്ട കേട്ടോ. ദേ ഇവിടെ നിന്ന് പിടിച്ച മോളെ, ഞാൻ ഇപ്പൊ വരാം. ദേ ഇവിടെ ജോമിച്ചേട്ടൻ ഇവിടെ എന്തോ കാര്യമായിട്ട് ചെയ്യണ്ട്. ചേട്ടൻ എന്നിട്ട് ചെയ്യണ്ട ഞാഞ്ഞൂളിനെയാ? ഇതേ ഇവിടെ നിന്ന് ഞാഞ്ഞൂളിനെ പിടിച്ചോണ്ടിരിക്കാണ്. ഞാഞ്ഞൂളിന് പറയുന്നത് പാമ്പിനായിട്ട് പിടിക്കാനേ. എന്നിട്ട് കിട്ടിയേ ഇതെന്തിട്ട്? ഇത് പുഴുവോ? ദേക്കണ്ട, ഒന്ന് കാണിച്ചെന്നേ നോക്കട്ടെ. ദേ ഇവര് മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കുത്തി തുറന്നതേ മീനുള്ള 2-3 പുഴുവിനെ കാണാൻ പറ്റുള്ളല്ലോ. എടുത്തു കൊന്നിട്ടുണ്ട്. നമുക്കിനി മീനെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ദേ പോണു. പോളുവിന് കോല് നല്ല സ്ട്രോങ് കോലാണ്. പിടിച്ചു മേത്ത് കുത്തി കൊള്ളരുതിട്ടാ. പോളുവിന് കോല് വേണമെന്ന് മീനെ പിടിക്കാനായിട്ട്. ദേ ഇവിടെ ചൂണ്ടേനെ മോളെ ശ്രദ്ധിക്കും നോക്കിക്കേ. അപ്പൊ അവര് ദേ ചൂണ്ടക്കുളത്തില് ദേ ആ പ്രാണീനെ ഇത് കുഞ്ഞു പാറ്റയാണോ? പാറ്റ കുഞ്ഞു പാറ്റേനെയാണ് കേട്ടോ അതിനകത്ത് പിടിപ്പിച്ചേക്കുന്നത്, കുളത്തിലിട്ടേക്കണേ. അപ്പൊ ഇരയായിട്ടുണ്ട്. നമ്മൾ ഈ ചൂണ്ടയും കൊണ്ട് പോവാണ് മീനെ പിടിക്കാനായിട്ട്. ഒന്ന് ചെയ്യണേന്ന് മീനെ പിടിക്കാൻ വേണ. പോളുവിന്റെ കയ്യിലിരിക്കുന്നതാണോ ചൂണ്ടക്കുളത്ത്? ചൂണ്ടയാണോ? ചൂണ്ട ആണോ? ചൂണ്ടയാണ്. വെള്ളത്തിലേക്ക് പോവാണ്. എന്റെ കർത്താവേ, വെള്ളത്തിലേക്ക് താഴേക്ക്. മണ്ണ് ക്യാമറ പിടിക്കാൻ വേണ്ടിയേ പോളു അമ്മ ഇറങ്ങി താഴേക്ക് പോവാണ്. പോളു മണ്ണറിയില്ലേ? ദേ കണ്ട ചെളിയാവൂട്ടെ പോളു. അമ്മ അവിടെ നിക്ക്. ദേ ചൂണ്ട ഇപ്പൊ മീനില് കൊത്തും. ദേ മോന്റെ ചൂണ്ടയില് ഇപ്പൊ കൊത്തൂട്ടോ. പോളുവിന്റെ തത്ത വന്നിട്ട് ചോദിക്കുകയാണ് പോള് വല്ലതും കാണാൻ പറ്റണോന്ന്. എനിക്കും കാര്യമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോ അറിയാൻ പറ്റില്ല അത് എന്തൊക്കെയുണ്ടെന്ന്. പോളു ദേ കാര്യമായിട്ട് ചൂണ്ടയിട്ടോണ്ടിരിക്കാണ്. പോളൂട്ടാ ചെളി ആക്കലടാ, മണല് വാരലടാ പോളു. ദേ പോളുവിന്റെ ചൂണ്ടയൊന്നും ഇട്ടേ, അമ്മ ഒന്ന് കാണട്ടെ. ചൂണ്ടയിട്ടേ. കോലിന്റെ തുമ്പത്ത് വല്ല ദേ മീൻ കൊത്തിയുടെ പോളു മീൻ കൊത്തി പൊക്ക്. കണ്ട നിറച്ച് ചെളിയാക്കണം നോക്കിയ കയ്യില്. അയ്യോ, ഇവിടെ ആശ്വിൻ നീന്തല് തുടങ്ങിയിട്ടുണ്ട്. വെറുതെ കൈകാലിട്ടടിക്കുന്ന കേട്ടോ, നീന്താനെന്ന് പറഞ്ഞൂടാ. ഇങ്ങനെയാണല്ലോ പഠിക്കണേ. കണ്ടോ നീന്തി. ആശ്വിന് വെള്ളം കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല കുളിക്കാനിട്ട്. അതുകൊണ്ട് ഇതേ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാനായിട്ട്. അതെ, അപ്പും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൂനും കുളിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഇതേ അപ്പും പോയേക്കാണ്. കണ്ടോ ഇവിടെ നിറയെ മുള വെട്ടിട്ടേക്കണ കണ്ടോ. ശരിയാണല്ലോ. മുള മറിഞ്ഞു കിടക്കുന്നതാണ്. വെള്ളപ്പൊക്കം വന്നപ്പോ ഇവിടെ ഫുള്ള് വെള്ളല്ലായിരുന്നോ? പോളൂസേ ആണോ? അവിടെയൊക്കെ വെള്ളം കയറി. എന്റെ ദൈവം, ഈ പോളു അമ്മേനെ ഇന്ന് കുളിപ്പിക്കും ഇവിടെ വെള്ളത്തിൽ അടിച്ചടിച്ചടിച്ച്. പോളു ആ ചൂണ്ട അങ്ങ് നീക്കി വെച്ചേ, വെള്ളത്തിലേക്ക് വീഴൂട്ടോ. അത്രേ ഉള്ളു ആഴോ? അപ്പു നന്നായിട്ട് നീന്തണ്ട കേട്ടോ. ദേ നീന്തി പോണുണ്ടോ? അവിടെ എന്റെ മാതാവി അത്ര ആഴമുണ്ടല്ലേ. അപ്പൂനേക്കാളും മുങ്ങിയാണ് നിക്കണ. അത്ര ആഴമുണ്ട്. അങ്ങോട്ട് പോണ്ടാട്ടെ ആശ്വിനെ. പോളു സൂക്ഷിച്ചു നോക്കിക്കേ. നിങ്ങക്ക് കാണാമോ? ആ കാണുന്നതാണ് മലയാറ്റൂർ പാലം. എനിക്ക് കാണാൻ പറ്റുന്നില്ല സൂര്യന്റെ വെട്ടം കാരണം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അതാണ് മലയാറ്റൂർ പാലം. ചൂണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചൂണ്ടയായിട്ട് പോകുന്നുണ്ട്. പോളു സൂക്ഷിച്ചു നിക്കട്ടോ. അപ്പൊ ചൂണ്ടയിട്ട് നോക്കാം മീനെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ചെമ്മീൻ പിടികൾ നിർത്തിട്ടോ. ഒറ്റ ചെമ്മീനും കിട്ടിയില്ല. അപ്പൊ നമുക്കിനി ചൂണ്ട ഒന്ന് ഇട്ട് നോക്കാം. ചൂണ്ട വിദഗ്ധൻ ജോമിയാണ് അവിടെ ചൂണ്ടയിടാൻ പോയേക്കുന്നത്. അയ്യോ എന്നെ ഇങ്ങനെ പോളൂസിന് അപ്പ ചൂണ്ടിനടുത്ത് പോയി ചൂണ്ടിടണമെന്ന് പറഞ്ഞ് കോലും കൊണ്ട് പോയേക്കാണ്. ഇവിടുത്തെ ചൂണ്ടിടല് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കണ കാരണം ഒരു പേടിച്ചാണ് ഇവിടെ തന്നെ
പേടിച്ചാണ് ഇവിടെ തന്നെ നിക്കുന്നത്. കണ്ടോ, കാര്യം ഇവിടെ ആഴം കുറവാണത്, ഇവിടെ പാറയൊക്കെ കാണാം. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് പുഴയിലൊന്നും വരാത്തോണ്ടാണ് ഇച്ചിരി പേടിയുണ്ട്. ഇവിടെയാണെങ്കിൽ ഭയങ്കര നീന്തൽ മത്സരമാണ്. ആഷ്മി മുങ്ങാങ്കുഴി ഇട്ട് നീന്തണു. ഇവിടെ ചേട്ടൻ മീനെ പിടിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുറേ നാളായിട്ടുള്ള ചേട്ടന്റെ ആഗ്രഹമാണ് മീനെ പിടിക്കാൻ പോണോന്ന്. അപ്പൊ ഇത് ആ ആഗ്രഹം ഇപ്പൊ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചൂണ്ടയാണ് ചേട്ടന്റെ അതിനും വലിയൊരു ആഗ്രഹം. ചൂണ്ട നമ്മൾ അടുത്ത് തന്നെ വാങ്ങുന്നതായിരിക്കും. നമുക്കിനി അങ്ങോട്ടേക്കൊന്ന് പോയാലോ? ഈ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് സൂക്ഷിച്ച് നമുക്കൊന്ന് കരപ്പയിലേക്ക് കയറാം. ഇവിടെ നിറച്ച് ഇവിടെ നിറച്ച് മണലാണ്, അതുകൊണ്ട് തന്നെ കുഴിഞ്ഞു പോകുന്നു. ഞാൻ അങ്ങോട്ട് വരാന്ന് വെച്ചപ്പോഴും ചേട്ടൻ ഇങ്ങോട്ട് പോന്നു. അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ചു നേരത്തേക്കിനും മിണ്ടാണ്ടിരിക്കണ്ടോ. മുക്കുവൻ ജോമി ചേട്ടൻ പറയണത് ആൾക്കാർ മിണ്ടി കഴിഞ്ഞാൽ മീൻ വരില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ മിണ്ടാതിരിക്കാണ്. ഇവിടെ രണ്ടുപേര് കൂടിയിട്ട് മണ്ണുകൊണ്ട് പ്രതിമ ഉണ്ടാക്കലാണ് കേട്ടോ പണി. പോളും അതിനെ സഹായിക്കുന്നതാണ് ചേച്ചീനെ. എന്റെ ദൈവമേ, സൂക്ഷിച്ച് പോളു വീഴൂട്ടാ. വെള്ളത്തിലേക്ക് നീങ്ങി പോണ്ട, മതി. പോളു ഇങ്ങോട്ട് നോക്കിയാ അമ്മേനെ ഒന്ന്, ഇങ്ങോട്ട് നോക്കിയേ. എന്തുട്ടാ ചെയ്യണേന്ന് പറഞ്ഞേ, പറ. എന്തൊന്ന് ചെയ്യണേ? എന്ത് സാധനം ഉണ്ടാക്കണേ? ദൈവമേ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യും ഞാൻ പോളൂനെ? പോളു, എന്റെ ദൈവമേ, മണ്ണിലിട്ട് വാരി എന്തൊരു സാധനം ഉണ്ടാക്കിയേ? തന്നെ കഴിവല്ലേ. മതി കൈമാറ്റ്. ഇവൾക്ക് ആർക്കും ചെമ്മീനെ കിട്ടില്ല, പക്ഷെ അതെ തത്തയ്ക്ക് മാത്രം വേറെ ഏതോ ഒരു ജീവിനെ കിട്ടിട്ടോ. എന്ത് ജീവിയാടാ അത്? കടിക്കൂട്ടോ. ഇത് മണലിന്റെ ഇവിടെ ആയതുകൊണ്ട് ചെമ്മീനല്ലല്ലോ. ഏതായാലും ചെമ്മീനാണ്. തല അങ്ങനെ ദേ മണ്ണ് വാരി എറിയണു. ഇവിടെ പോളൂട്ടാ അനങ്ങാതിരുന്നടാ. പിന്നെന്തുട്ടാ? കോല ആകെ കൂടി വന്നിട്ട് റിലാക്സ് ചെയ്ത് ഒരുത്തന്നെ ഇരിക്കണോ. ഓക്കെ, എവിടെ വന്നാലും മൊബൈലാണ് ശരണം എന്ന് പറഞ്ഞത്. മൊബൈൽ നോക്കിയിരിക്കണ കേട്ടോ. ഇതെന്തെന്ന് ചെയ്യണേ പോളൂ? ഇതെന്ത് പരിപാടിയാ? മണല് വാരി മത്സരം. ഇപ്പൊ തത്ത ചേച്ചിനെ ഇപ്പൊ ചെളിയിൽ കുളിപ്പിക്കുന്നു പോളൂ. മേത്ത് ചെളിയാക്കല്ലേ പോളൂ? ഓ എന്റെ ദൈവമേ, എന്തോ ഒരു ചെളി വാരി എറിയണേന്ന് നോക്കിയേ. അപ്പൊ ഇവിടെ ജോമിച്ചേട്ടൻ ഇവിടെ ചൂണ്ടിടാനായിട്ട് നിക്കുന്നുണ്ട്. ജോമിച്ചേട്ടന്റെ കൂടെ പോളും ഉണ്ട്. പോളും മീൻ പിടിക്കാനാണ് നിക്കണേ. ചേട്ടൻ മീനെ കിട്ടിയാ? ദേ കട മീനെ കിട്ടി. വിടക്കണ മീൻ. അപ്പൊ ദേ നോക്കിക്കേ, മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജോമിച്ചേട്ടൻ ചൂണ്ടയിടാൻ വിദഗ്ധനാന്ന് മനസ്സിലായില്ലോ. ചേട്ടൻ തന്നെ പറയൂട്ടത് എന്ത് മീനാന്ന്. ചേട്ടൻ എന്ത് മീനാ? പേരറിയില്ല. അപ്പൊ കരിമീനാണോ? കരിമീനല്ല, അതുപോലത്തെ വേറൊരു മീനാണ്. ആണോ? കണ്ട. അപ്പൊ ദേ കറൂപ്പ കണ്ട. അപ്പൊ ദേ നമുക്ക് കറൂപ്പ ആണ്. അപ്പൊ ദേ ജോമപ്പയ്ക്ക് മീനെ കിട്ടി. പോളു ഇവിടെ വേറെ പണിക്ക് പോയേക്കാണ്. കണ്ട, ചേച്ചി ഇവിടെ ഗോപുരം നിർമ്മിക്കാണ് മണല് വാരി. പോളൂസ നോക്കിയിരിക്കാണ്, പൊട്ടിച്ചോണ്ടിരിക്കാണ്. ചീത്തയാക്കി എടുത്തിട്ട് പോളു ചേച്ചി ഉണ്ടാക്കുന്നത് ചീത്തയാക്കി കളയെടുത്തിട്ടാ. ഇനി മീനൊന്നും പിടിക്കുന്നില്ല, മീൻ ഒരെണ്ണത്തിന് കിട്ടിയുള്ളൂ. ഇപ്പൊ 3 മണി കഴിഞ്ഞു. നാളെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് കയറാണ്. ഇതേ ഇവിടെ പോളുവിനെ ജസ്റ്റ് ഇതേ ചേട്ടൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടോ, ഇന്നിപ്പോ പോളിന് വെള്ളത്തിൽ കുളിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഇരുന്നിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും നിക്കുന്നുണ്ട്. പോളു അവിടെ ദേ. പോളു എന്താ പറഞ്ഞിപ്പോ? അമ്മ കേട്ടില്ല മോനെ, എന്നാ പറഞ്ഞേ? ഇന്ന് പോളുവിന് ഇന്ന് കുളിക്കണ്ടെന്നൊന്ന് നീന്തിയാ മതിയെന്ന്. അപ്പൊ നോക്കിക്ക് ഇവിടെ ആശ്ര ചേച്ചി തകൃതിയായിട്ട് ഇവിടെ അടുത്ത കേക്ക് ഉണ്ടാക്കാണ് ക്രിസ്മസിന്റെ. കണ്ടോ,
ഇവിടെ അപ്പു ചൂണ്ടയെല്ലാം ഒതുക്കാണ്. ഇവിടെ ചേട്ടന്റെ മൊബൈലിലെ ചാർജ് തീർന്നുകൊണ്ട് ചുമ്മാ ഇരിക്കാണ്. അശ്വിൻ ചേട്ടായി കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പ് മാറാന്ന് വിചാരിച്ചിട്ട് ഇല്ലിക്കാട്ടിലേക്ക് പോവാണ്. പല പാമ്പും കടിക്കാണ്ട് നോക്കണോട്ടോ. മാൾ ചേച്ചി ഇവിടെ വെറുതെ വെക്കുന്നുണ്ട് കണ്ടോ. തത്തതേ അവിടെ പോയി ഇരിക്കാണ്. അപ്പൊ കഴിഞ്ഞു. ഇനി ബാ നമുക്ക് എല്ലാവർക്കും ഇനി വീട്ടിലേക്ക് പോവാം. അശ്വിൻ ചേച്ചി കയ്യും കാലും കഴിവ് പോവാൻ. നമുക്ക് പോവാം. പോവാം. പോളൂന് വലിയ താല്പര്യമില്ല പോവാനായിട്ട്. പോവാം. പറ പോവാം. പറ പോണോ? ദേ മണി അടിച്ചു ദേ പോവാന്ന്. പോവാം. അപ്പൊ അതേ കൊച്ചും റെഡി ആയിട്ടുണ്ട് പോവാന്ന്. അപ്പൊ അതേ ചെരുപ്പൊക്കെ ഇട്ടോ പോവാം നമുക്ക്. ദേ കിടക്കണു ചെരുപ്പ്, മോന്റെ ചെരുപ്പ് ദേ കിടക്കണൂടാ. ദേ ചെരുപ്പിട്ടോ നമുക്ക് പോവാം. എല്ലാവരും പരിപാടി അവസാനിപ്പിച്ച് കേറി വരികയാണ്. പുഴയിൽ നിന്ന് എല്ലാവരും വീട്ടിൽ പോവാണ്. കേറിക്കോ. കേറി വരാണ് ഞങ്ങൾ. അങ്ങനെ വീഴാണ്ട് വാ. കാലൊക്കെ നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. കാലിന് പിന്നെ ലോഡ് ചെളിയായി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പോളു ബൈ കൊടു. ബൈ. ഇത് നമ്മൾ തിരിച്ചു പോണ വഴിയാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് വീഡിയോ എടുത്തില്ലായിരുന്നു. ഇത് നല്ലൊരു ഇടവഴിയാണ്, നല്ല ഭംഗിയാണ് ഈ വഴിയിലൂടെ പോകാനായിട്ട്. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോണ കാരണം കണ്ടപ്പോൾ തോന്നിയൊന്ന് വീഡിയോ എടുത്തിട്ടേക്കാന്ന്. ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്.